ഗുഡ് മോർണിംഗ് ഗായ്സ്. ഞാൻ പതുക്കെ സംസാരിക്കണം. എന്താണെന്ന് വെച്ചാൽ 7 മണിയായിട്ടുള്ള സമയം, ആരും എണീച്ചിട്ടില്ല. സോ എനിക്കധികം ഒച്ചുണ്ടാക്കാൻ പറ്റില്ല. ഞാൻ എന്തിനാ 7 മണിക്ക് എണീച്ചത് നല്ല നമുക്കുണ്ടല്ലോ ഇവിടെ ഒരു കോൺഫറൻസ് നടക്കുന്നുണ്ട്. അതായത് മാർച്ച് 12th, 13th ആൻഡ് 14th, ഇന്നലെയും ഇന്നും നാളെയുമായിട്ടാണ് നടക്കുന്നത്. നാളെയാണ് മെയിൻ കോൺഫറൻസ്. ഇന്ന് അത് റിലേറ്റഡ് വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. സോ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇതിൻ്റെ മീഡിയ ടീമിലൊരു പാർട്ടിസിപ്പൻറ്റ്, ലൈക്ക് ഒരു മെമ്പറാണ് ഞാൻ. അപ്പോൾ എനിക്കിന്ന് രാവിലെ അവിടെ പോയിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. ഞാൻ റെഡി ആവട്ടെ. അപ്പോൾ ഞാൻ എണീറ്റ് പല്ലൊക്കെ തേച്ച് വന്നിട്ടുള്ളൂ. റൂം പോയി കഴിഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് എനിക്ക് സംസാരിക്കാൻ പറ്റും, കാരണം റൂമിലെല്ലാവരും ഉറങ്ങണം. സോ ഞാൻ ഒച്ച ഉണ്ടാക്കാണ്ട് പോയിട്ട് നമുക്ക് വീഡിയോ എടുക്കാം. ഓക്കെ. ബ്രേക്ക്ഫാസ്റ്റ് ഇത് ഞാൻ ഇന്നലെ രാത്രി ഉണ്ടാക്കി വെച്ചതാണ്. ബിക്കോസ് ഇന്ന് രാവിലെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനൊന്നും സമയം ഉണ്ടാവില്ല എന്ന് എനിക്കറിയായിരുന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ട് പോകാൻ പറ്റില്ല, ക്ഷീണിക്കും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്ത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് രാവിലെ ക്ലാസ് ഉണ്ടാവില്ല. ഉച്ചയ്ക്കാണ് കൂടുതലും, ഉച്ചയ്ക്കാണ് മെയിൻലി ക്ലാസ് വരുന്നത്. സോ രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട ആവശ്യമൊന്നും എനിക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ കഴിക്കാത്തത്. ഉപ്മാവും പിന്നെ രാജ്മ, ഞങ്ങൾ മമ്പയർ എന്ന് പറയും. ഐ ഗെസ് ദാറ്റ് ബോത്ത് ആർ സെയിം. അതും പിന്നെ ഇന്നലെ രാത്രി ഉണ്ടാക്കിയ പൊട്ടറ്റോ ഫ്രൈ ആണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് കോഫിയും. നമുക്ക് കുറച്ചും കൂടെ കഴിക്കാം, കാരണം ഇവിടെ ഞാൻ കഴിയിട്ടു. അതുകൊണ്ട് നമുക്ക് കഴിക്കാം. ഓക്കെ. എനിക്ക് കഴിച്ചിട്ട് പോകണില്ല ഗായ്സ്. പക്ഷേ അവിടെ എത്തിയിട്ട് വിശന്നാലോ എന്ന് വിചാരിച്ചിട്ടാണല്ലോ ഞാൻ തിന്നുകൊണ്ടിരിക്കുക. എനിക്ക് മതിയായി. ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലേ ഇല്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എക്സാമിൻ്റെ സമയം ഉണ്ടായിരുന്നു. ഇപ്പം മാർച്ചായില്ല, ജാനുവരിയിൽ. അപ്പോഴാണ് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുള്ളത്. അതിന് ശേഷം ഞാൻ ഇന്നാണ് കഴിക്കുന്നത്. ഓക്കെ. മതിയാക്കാൻ തോന്നുന്നു. വേറെ ആരെങ്കിലും കഴിച്ചോളും ഇത്.
You can take one step backwards. Backward. ഹായ് ഗായ്സ്, ഞാനിവിടെ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കുക. വീഡിയോ എടുക്കുന്നു, നടക്കുന്നു, വീഡിയോ എടുക്കുന്നു, നടക്കുന്നു. It's not about whether you do good secure. That ഹായ് ഗായ്സ്, മാമി വന്നു. ഞങ്ങളുടെ ഔട്ട്ഫിറ്റ് നോക്കൂ. ഞാൻ മാമീനോട് ഇൻ്റെത് കാണിക്കാൻ പോയാൽ മാമി ഞാൻ കാണിക്കാം. ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ രാവിലെ വന്നിട്ടുണ്ട് ഇങ്ങോട്ട്. മാമി ഇപ്പോൾ വന്ന് കുറച്ചായിട്ട് വന്നിട്ട് മാമിക്ക് ഇപ്പോൾ തുടങ്ങില്ല. പിന്നെ ഞാൻ അവിടെ ബോറടിച്ചിരിക്കുന്നതുകൊണ്ട് എനിക്കൊരു കൂട്ടിന് കുറച്ച് നേരത്തെ വന്നതാണ്. ഇനി മാമീൻ്റെ വർക്ക്ഷോപ്പ് തുടങ്ങിയിട്ട് എനിക്ക് വീഡിയോ എടുത്താൽ മതി. സോ അതുവരെ നമുക്ക് ബ്രേക്ക് ആവും ഗായ്സ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഒരു പണി ചെയ്യുന്നത്. എൻ്റെ ലൈഫിൽ ഞാൻ എൻ്റെ റീലിനോ യൂട്യൂബ് ചാനലിനോ വേണ്ടി മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂ. എനിക്ക് പേടിയാവാം ഇതിൻ്റെ ഔട്ട്പുട്ട് ഇനിയും കിട്ടുന്നവർക്ക് ഇഷ്ടപ്പെടില്ലേ എന്നൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര ടെൻഷൻ. പിന്നെ ഇന്നലെ കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ടല്ലോ. അപ്പം ഇനിയിപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സാധനം ഇല്ലാത്തൊരു സിറ്റുവേഷൻ വരില്ല. വീഡിയോസ് ഇഷ്ടംപോലെ കയ്യിലുണ്ട്. ഇന്നത്തെ വർക്ക്ഷോപ്പിൽ ബ്രീച്ച് ബേബീനെ എങ്ങനെ പുറത്തെടുക്കാം, പിന്നെ നോർമൽ ഡെലിവറി എങ്ങനെയാണെന്ന് നൈസായിരുന്നു ഞാൻ കണ്ടപ്പോൾ. അങ്ങനെയൊക്കെയായിരുന്നു. ഞാനും കുറേ കേട്ടിരിക്കും. ചില സമയത്ത് ഞാൻ സാറ് വരുമ്പോൾ ഞാനത് കേൾക്കും. ഞാൻ വീഡിയോ എടുക്കണമാതിരി മറക്കും. ഞാൻ ഐസായിട്ട് ഇയാളെന്താ പറയണേ അങ്ങനെ നോക്കും. പിന്നെ മനസ്സിലായത് എൻ്റെ ഡ്യൂട്ടി അതല്ലല്ലോ. എന്നിട്ട് ഞാൻ കുറച്ചേരം വീഡിയോ എടുക്കും. അങ്ങനെയൊക്കെ നമ്മൾ വോളണ്ടിയേഴ്സിനെ നമുക്ക് കരുതത്തില്ല, ചെയ്യാനും അതില്ല. അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ സംഭവിച്ചു ഇവിടെ. ഇപ്പം ബ്രേക്ക് ആണെന്ന് തോന്നുന്നു, എനിക്ക് അറിയൂല. പോയി സംസാരിച്ചിട്ട് കേട്ടോ. ഫോൺ വേണോ? മാമീൻ്റെ വോളണ്ടിയറിനെ കാണാൻ വേണ്ടി പോയി. ഞാൻ അധികം ക്ലിപ്സ് എടുത്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് മറ്റത് പോർട്രേറ്റിലാണ് എനിക്ക് ഇതിന് ക്ലിപ്പ് വേണ്ടത്. സോ രണ്ടിനും കൂടി എനിക്ക് പറ്റില്ല. എൻ്റെ ഫോണ് കണ്ടോ ചാർജിലാണ്. ഇത് കീറ് തന്ന മുട്ടായി കേട്ടോ. എനിക്ക് ഇന്നലെ തന്നു. ഞാൻ ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചിലപ്പോൾ നിൽക്കേണ്ടി വന്നാൽ എനിക്ക് വിശന്നാലോ പറഞ്ഞിട്ട് കീറ് തന്നതാണ് എനിക്ക്. ഓക്കെ, അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. അയ്യോ, എന്നാൽ ഞാൻ ഇനി വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ. മമ്മീൻ്റെ ബ്ലോഗിൽ വേണമെങ്കിൽ ഹായ് പറഞ്ഞു. മൈ യൂട്യൂബ് ചാനലൊക്കെ നമ്മളൊരു AED എടുക്കാൻ വേണ്ടി വന്നിരിക്കുക. പക്ഷേ AED എന്താണെന്ന് അവർക്ക് പറഞ്ഞ് മനസ്സിലായില്ല. പിന്നെ ഞങ്ങൾ ആംഗ്യ ഭാഷയിൽ കാണിച്ച് പറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് അലൗഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മുന്നോട്ട് പോകും. എന്നാണ് നമ്മളിവിടെ നടക്കുന്നത്. ഞാനൊരു മിഠായി കുറച്ച് നേരം. മാമീൻ്റെ ലീഡറാണോ? ലീഡ് വോളണ്ടിയറിൻ്റെ ബാക്കിൽ ഇപ്പോഴും ഇങ്ങനെ നടക്കുക. നമുക്ക് മാമീൻ്റെ കൂടെ നടക്കാം. those were difficult, right? Yeah. And that affected the population that we have to. Say like 5 minutes has passed. Okay. 5 And minutes. what are we do next? And arterial pressure, and you will. ഹായ് ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ തിരിച്ച് പോവാണ് കേട്ടോ. എൻ്റെ പരിപാടി കഴിഞ്ഞു. കണ്ടോ, തണുപ്പുണ്ട് കേട്ടോ കുറച്ച്. പിന്നെ എത്ര കഷ്ടപ്പെട്ട് ഒരുങ്ങി എൻ്റെ ഔട്ട്ഫിറ്റ് ആരെങ്കിലും കാണണ്ടേന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ ജാക്കറ്റ് ഇടാണ്ട് നിൽക്കണേ. സത്യം പറഞ്ഞാൽ ഞാൻ മറന്നു. ഇത്ര തണുപ്പുണ്ടാവും ഞാൻ വിചാരിച്ചില്ല. കുറച്ചിനും പുറത്തിറങ്ങിയപ്പോൾ കുറച്ച് അധികം തണുപ്പ്. പിന്നെ എനിക്ക് ജാക്കറ്റ് ഇടാൻ വേണ്ടി എൻ്റെ ബാഗും ഫോണുണ്ട്. ഞാൻ വിചാരിച്ചു കുറച്ച് ദൂരം കൂടി നടന്നാൽ മതിയില്ലേ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ പറയാനുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഞാൻ പോവാൻ വിചാരിച്ചു. ഇവിടെ വെറുതെ തട്ടിമുട്ടി നിൽക്കണ്ടെന്ന് ഞാൻ കരുതി. ഞാൻ ഇറങ്ങി. മാമിയുടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മാമിക്ക് ഉച്ചയ്ക്ക് ആണ് സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് ആക്ച്വലി ഈവനിങ് വരെയാണ് നിൽക്കണമെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ എന്നോട് ഞങ്ങളുടെ ലീഡർ അത് ഇനി പൊക്കോന്ന് പറഞ്ഞു. ഓക്കെ, ഞങ്ങൾ പോന്നു. അധികം ആൾക്കാരൊന്നും വേണ്ട. പിന്നെ ഏകദേശം സെയിം സെക്ഷൻ തന്നെയാണ്, ഒരേ കണ്ടൻറ്റ് തന്നെയാണ് എടുക്കാനുള്ളത്. അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചിട്ട് ഞാൻ ഇറങ്ങി. ഫുഡ് കഴിക്കുന്ന ലഞ്ച് ബ്രേക്ക് തൊട്ട് വലിയ പണി എനിക്കുണ്ടായിരുന്നില്ല. കാരണം ഒന്നും നടക്കുന്നില്ല. ലഞ്ച് ബ്രേക്ക് അല്ലേ, എല്ലാവരും ഫ്രീ അല്ലേ, നമുക്കൊന്ന് വീഡിയോ എടുക്കണ്ടല്ലോ. അങ്ങനെ നിന്നു. ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്. ഇതെന്താ പരിപാടി എന്നല്ലേ ഞാൻ ഈസി ആയിട്ട് പറഞ്ഞുതരാം. മറ്റേ അഡ്വാൻസ്ഡ് കാർഡിയോവാസ്കുലർ ലൈഫ് സപ്പോർട്ടില്ലേ, ACLS,
അതിൻ്റെ ക്ലാസ്സസ് എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. VR വെച്ചിട്ടുള്ള ടെക്നോളജിക്കൽ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അത് ട്രൈ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും നമ്മൾ അവിടുത്തെ ആ ആൾക്കാരല്ലല്ലോ നമ്മൾക്ക് തന്നിട്ടുള്ള പണി വേറെ പണി. സോ വി ഹാവ് ടു ഫോക്കസ് ഓൺ ദാറ്റ് പണി. ഇങ്ങനെയൊക്കെയാണ് നടന്നിട്ടുള്ളത്, ഇങ്ങനെയൊക്കെയാണ് അവിടെ സംഭവിച്ചത്. നമുക്ക് റൂം പോയിട്ട് നമുക്ക് റെസ്റ്റ് എടുക്കാം. നാളെ ക്ലാസ് ഉണ്ടല്ലോ എന്ന് എനിക്ക് എൻ്റെ മനസ്സിൽ, നാളെ വൈകി ഉണ്ടല്ലോ ദൈവം, ഇനി അതിന് പഠിക്കണമല്ലോ എന്ന് ഞാൻ ആലോചിച്ച്. പിന്നെ ഞാൻ മനസ്സിലായത് നാളെയും കൂടെ അതിൻ്റെ ബാക്കിയുണ്ട്. ക്ലാസ്സിൽ പോകണ്ടാവും, അപ്പം നമുക്ക് പഠിക്കണ്ട. ഓക്കെ, അതൊക്കെയാണ് വിശേഷങ്ങൾ. സൺ ബാക്കിലായതുകൊണ്ട് എനിക്ക് ഫോണിക്ക് ലൈറ്റ് അടിക്കുന്നുണ്ട്. ഐ ആം സോ സോറി ദിസ് കോസ്ഡ് എനി ട്രബിൾ. ഇവിടുത്തെ ക്ലൈമറ്റിനെ കുറിച്ച് പറഞ്ഞാൽ കേട്ടോ, എനിക്കാണെങ്കിൽ ഉണ്ടല്ലോ ലാവിഷായിട്ടൊന്നും ചില വീഡിയോസിൽ പറയാൻ പറ്റില്ല. ഞാനാണെങ്കിൽ സബ് ടൈറ്റിൽ വെച്ചിട്ട്, സബ് ടൈറ്റിലല്ല മറ്റേ ആ സാധനം വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുക ചെയ്യുന്നത്. കാരണം എനിക്ക് ചിലപ്പം റൂമിൽ നിന്ന് പറയാനൊന്നും എനിക്ക് പറ്റില്ല, എനിക്കൊരു ആംബിയൻസ് സെറ്റാവില്ല, പിന്നെ എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊക്കെ. ഇപ്പം ഞാൻ ഒറ്റയ്ക്കാണ് യൂണിവേഴ്സിറ്റി നടന്നുകൊണ്ട്. കണ്ടോ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി ബാക്കിൽ കാണുന്നുണ്ട്. കുറച്ചും കൂടെ നടന്ന ഹോസ്റ്റലെത്തും. ഒരു 10-20 മിനിറ്റ് മാക്സിമം, അത്രയേ ഉള്ളൂ. 1 കിലോമീറ്ററേ ഉള്ളൂ എന്ന് തോന്നുന്നു എനിക്ക്. 1 കിലോമീറ്റർ നടക്കാനുണ്ട്. ഇവിടുത്തെ ക്ലൈമറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇവിടെ ഉണ്ടല്ലോ ഇതിൻ്റെ ഇടയ്ക്ക് സ്നോ ഒക്കെ നിന്ന് കുറച്ചൊരു 20 ഡിഗ്രി 20 ആ ഒരു റേഞ്ചിലൊക്കെ വെതർ ടെമ്പറേച്ചർ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം 2-3 ദിവസം മുന്നേ ഈ വീക്ക് സ്റ്റാർട്ടിങ് തൊട്ട് നെഗറ്റീവ് ഒക്കെ ആയി. പിന്നെ ടെമ്പറേച്ചർ സ്നോ ഒക്കെ പെയ്തു, നല്ല തണുപ്പായി. എനിക്ക് കുറച്ച് ആക്കുന്നുണ്ട് തണുപ്പിന്, പക്ഷെ തണുപ്പ് ചെറുങ്ങനെയുണ്ട്. നോട്ട് ദാറ്റ് ബിഗ് കോൾഡ് ബട്ട് കോൾഡ്. വെയിലുണ്ട്, നല്ല വെയിലുണ്ട്. വെയിലത്ത് നിൽക്കുമ്പോൾ പിന്നെ മുഖത്തേക്ക് വെയിലടിക്കും, പക്ഷെ തണുപ്പത്ത് നിൽക്കുമ്പോൾ തണുക്കും. ഇങ്ങനെയാണ് അവസ്ഥ. ഓക്കെ.